ഒരിക്കൽ ബ്രഹ്മദേവന്റെ ശിരസ് ശിവഭഗവാൻ പിഴുതെടുക്കുകയുണ്ടായി. കൂടാതെ തലയോട്ടി കൈകളിലേന്തി ഭിക്ഷാടനത്തിന് യാത്രയാവുകയും ചെയ്തു. എന്തിനായിരുന്നു അത്? നമുക്ക് ആ കഥയെക്കുറിച്ചൊന്ന് നോക്കാം. നമസ്കാരം, എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം. ശിവപുരാണത്തിൽ ഇങ്ങനെ പറയുന്നു: ശിവന്റെ നിർദ്ദേശപ്രകാരം വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് ഒരു താമര മുളച്ചു. ആ താമരയുടെ തണ്ടുകൾക്ക് തുടക്കമോ അവസാനമോ അറിയില്ലായിരുന്നു. ആ ഘട്ടത്തിൽ ഒരു ആകാശ ശബ്ദം കേൾക്കുന്നു, അതായത് അശരീരി: നിന്റെ യോഗമയത്വത്തിൽ ജ്ഞാനത്തിൻ്റെ വെളിച്ചം ഉദിക്കും. ആ വാക്കുകളുടെ അർത്ഥം വിഷ്ണു മനസ്സിലാക്കിയപ്പോൾ ആ ആദിമ ഔഭൗതിക ശബ്ദത്തിൽ നിന്നാണ് 4 വേദങ്ങളും 24 തത്വങ്ങളും ഉണ്ടായത്. പ്രകൃതിയിൽ നിന്ന് മഹത് ഉയർന്നു വന്നു. മഹത് എന്നതിന് അഹങ്കാരം, അഹംബോധം എന്നിവയാണ് അർത്ഥം. അത് 5 തന്മാത്രകൾ പ്രകടമല്ലാത്ത 5 ഘടകങ്ങൾ ഉണർത്തുകയുണ്ടായി. അത് അവയുടെ വ്യക്തമായ 5 ഘടകങ്ങൾ ഭൂമി, ജലം, വായു, ആകാശം, അഗ്നി എന്നിങ്ങനെയുള്ള ജന്മങ്ങൾ നൽകുകയുണ്ടായി. മൂലകങ്ങളിൽ നിന്ന് 5 വൈജ്ഞാനിക ഇന്ദ്രിയങ്ങളും സത്വഗുണങ്ങളായ രജസും തമസും വന്നു. ഈ പരിണാമ പ്രക്രിയയെ നോക്കി വിഷ്ണു അത്ഭുത സ്തംഭനായി നിന്നു. അങ്ങനെ ഉള്ളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മധുരഗന്ധമുള്ള ആ താമര നാഭിയിൽ നിന്ന് 5 മുഖങ്ങളുള്ള ബ്രഹ്മാവ് ഉയർന്നു വന്നു. അദ്ദേഹത്തിൻ്റെ സ്വഭാവം തമസിൻ്റെ, അതായത് ലൗകിക സൃഷ്ടി മൂലമുണ്ടായ അജ്ഞതയുടെ സ്വഭാവമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരം ഒരു ചുവന്ന താമരപ്പൂവിൻ്റെ നിറമായിരുന്നു. അപ്പോൾ പുതുതായി സൃഷ്ടിക്കപ്പെട്ട ബ്രഹ്മാവ് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി: എൻ്റെ മാതാപിതാക്കൾ ആരാണ്? എൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? എൻ്റെ അസ്തിത്വം എന്ന് വിളിക്കാൻ കഴിയുന്ന ആരെയും എന്തുകൊണ്ട് ഞാൻ കാണുന്നില്ല? അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാതെ ബ്രഹ്മാവ് നിരാശനായി. അപ്പോൾ ശിവഭഗവാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മനസ്സമാധാനവും ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും കണ്ടെത്തുന്നതിനായി അതീന്ദ്രിയ പ്രതീകാത്മക മന്ത്രമായ ഓം ജപിക്കാൻ ഉപദേശിച്ചു. അദ്ദേഹം അങ്ങനെ ചെയ്തപ്പോൾ വിഷ്ണു ബ്രഹ്മാവിന് മുന്നിൽ സ്വയം അവതരിച്ചു. ബ്രഹ്മാവിന് താൻ ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. തൻ്റെ ആദിമ രസഭാവത്താൽ, അതായത് തമസിനാൽ അന്ധനായ അദ്ദേഹം അജ്ഞതയുടെ അന്ധകാരത്താൽ മൂടപ്പെട്ടിരുന്നു. വിഡ്ഢിയായ ബ്രഹ്മാവ് വിഷ്ണുവിനോട് ചോദിച്ചു: നീ ആരാണ്? ഈ ചോദ്യത്തിൽ മറഞ്ഞിരിക്കുന്ന അപമാനം കണക്കിലെടുക്കാതെ വിഷ്ണു ബ്രഹ്മാവിന് തൻ്റെ ജനനത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം നൽകുകയുണ്ടായി. വേദങ്ങൾ പഠിപ്പിക്കാനും അദ്ദേഹം ആഗ്രഹിക്കുന്ന ഏത് വരങ്ങളും വാഗ്ദാനം ചെയ്യാനും താൻ തയ്യാറാണെന്ന് കൂട്ടിച്ചേർത്തു. അപ്പോൾ ബ്രഹ്മാവ് വിഷ്ണുവിനെ പരിഹസിച്ചു: എൻ്റെ ജനനത്തിന് കാരണക്കാരൻ നീയാണെന്ന് നീ പറയുന്നു. നീ ആരാണെന്നാണ് നീ കരുതുന്നത്? ഞാൻ നിന്നെ വിശ്വസിക്കുകയില്ല. വാസ്തവത്തിൽ ഈ പ്രകടമായ പ്രകൃതിയുടെ എല്ലാം യജമാനനും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും ഞാൻ തന്നെയാണ്. അങ്ങനെ ചെയ്യാൻ ധൈര്യപ്പെടുന്നില്ലെങ്കിൽ എൻ്റെ അഭയം തേടുക, എന്നോട് ക്ഷമ ചോദിക്കുക. എന്നിട്ടും വിഷ്ണു ഭഗവാൻ ഉയർന്ന അവസ്ഥയിൽ തന്നെ ക്ഷമ കാണിച്ചു. വിഷ്ണുവിൻ്റെ ബലഹീനതയെക്കുറിച്ചുള്ള സമചിത്തത തെറ്റിദ്ധരിച്ചുകൊണ്ട് ബ്രഹ്മാവ് വീണ്ടും അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയും അദ്ദേഹത്തോട് വളരെക്കാലം യുദ്ധം ചെയ്യുകയും ചെയ്തു. ഈ ദ്വന്ദ്വയുദ്ധത്തിൻ്റെ കാരണമന്വേഷിച്ച് അതിൻ്റെ നിഷ്ഫലത മനസ്സിലാക്കി തൻ്റെ അതീന്ദ്രിയ സത്തയുടെ, അതായത് ആരംഭമോ മധ്യമോ അവസാനമോ അറിയാത്ത പ്രപഞ്ച പ്രതീകമായ ഭഗവാൻ ശിവൻ സ്വയം ഒരു ലിംഗമായി പോരാടുന്ന ദേവന്മാർക്കിടയിൽ സ്ഥാപിക്കുകയുണ്ടായി. ബ്രഹ്മദേവൻ ആ ശിവലിംഗത്തിൻ്റെ ശിരസ് കണ്ടെത്തുവാൻ ഹംസമായി മുകളിലേക്ക് യാത്ര തിരിച്ചു. വിഷ്ണുവാകട്ടെ പാദം കണ്ടെത്തുവാനും ശ്രമിച്ചു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ശിവഭഗവാന്റെ ദിവ്യരഹസ്യമാണെന്ന് അവർ മനസ്സിലാക്കി. പരസ്പരം അനുരഞ്ജനം നടത്തി. അവർ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരുടെ മുമ്പാകെ തന്നെ വെളിപ്പെടുത്താൻ അദ്ദേഹത്തോട് അപേക്ഷിച്ചു. പ്രാർത്ഥനയുടെ ഫലമായി ശിവഭഗവാൻ അവരുടെ മുൻപിൽ 5 ശിരസുകളുള്ള ഭഗവാൻ ശിവൻ പൂർണ്ണമായ തേജസ്സോടെ പ്രത്യക്ഷപ്പെട്ടു. ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും എല്ലാ വശങ്ങളിലും ഓം എന്ന പവിത്രമായ ശബ്ദം ഉണർന്നു. അദ്ദേഹം ബ്രഹ്മാവിനെ അഭിസംബോധന ചെയ്തു: തീർച്ചയായും നിങ്ങൾ വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് ജനിച്ചവനാണ്. പക്ഷേ നിങ്ങൾക്ക് ആ വസ്തുത അറിയില്ലായിരുന്നു. നിങ്ങളുടെ ഈ അജ്ഞതയാണ് നിങ്ങളെ ആ ദേവനുമായി വഴക്കുണ്ടാക്കുവാൻ പ്രേരിപ്പിച്ചത്. ഇപ്പോൾ പശ്ചാത്തപിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹം നിങ്ങളെ പഠിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. തമസിൻ്റെ ഗുണത്താൽ അന്ധനായി ശിവന്റെ ഉപദേശത്തിൽ ബോധ്യപ്പെടാതെ ബ്രഹ്മാവ് ശിവഭഗവാനോട് ചോദിച്ചു: നീ ആരാണ്? നിന്റെ ഈ 5 തലകൾ ആരാണ് നിനക്ക് നൽകിയത്? ഞാൻ മാത്രമാണ് 5 തലകൾ കൈവശം വെക്കാൻ യോഗ്യൻ.
നിങ്ങൾക്ക് മനസ്സിലായോ? കോപാകുലനായ ശിവൻ തൻ്റെ ഇടത് കൈയിലെ ചെറുവിരലിൻ്റെ നഖം ഒരു വാളാക്കി മാറ്റി ബ്രഹ്മാവിൻ്റെ 5-ാമത്തെ തല മുറിച്ചു. പാഠം പഠിച്ച ശേഷം 4 തലയുള്ള ബ്രഹ്മാവ് ശിവൻ്റെ കാൽക്കൽ വീണു ക്ഷമ ചോദിച്ചു. അപ്പോൾ ശിവഭഗവാൻ ബ്രഹ്മാവിനോടും വിഷ്ണുവിനോടും ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ 2 പേരും ഞാൻ സൃഷ്ടിച്ചതാണെന്ന് അറിയുക. ബ്രഹ്മാവേ, നീയാണ് പ്രത്യക്ഷ ലോകത്തിൻ്റെ സൃഷ്ടാവ്. വിഷ്ണുവേ, നീയാണ് സൃഷ്ടിക്കപ്പെട്ട ലോകത്തിൻ്റെ സംരക്ഷണത്തിന് ഉത്തരവാദി. ലോകത്തിൻ്റെ അന്തിമനാശത്തിനും പുനഃസൃഷ്ടിക്കും ഞാൻ ഉത്തരവാദിയാണ്. വാസ്തവത്തിൽ നമ്മുടെ പ്രത്യക്ഷമായ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലൊഴികെ നമുക്കിടയിൽ കാര്യമായ വ്യത്യാസമില്ല. ദൈവിക സത്തയുടെ ത്രിതത്വവും നമ്മളാണ്. എൻ്റെ ഈ ലിംഗം ത്രിമുഖം ഓമിൻ്റെ ലൗകിക ചിഹ്നമാണ്. ഇത് സാർവത്രിക ഊർജത്തിന് പിന്നിലെ എൻ്റെ സൃഷ്ടിപരമായ സത്യത്തിൻ്റെ പ്രതീകം കൂടിയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ തൻ്റെ ഭൗമിക ലിംഗത്തിൽ വീണ്ടും പ്രവേശിച്ചു. തൻ്റെ ആദിമ രൂപത്തിലേക്ക് മടങ്ങിയ ശിവഭഗവാൻ വിഷ്ണുവിനോട് പറഞ്ഞു: ഈ ലിംഗം എൻ്റെ ലൗകിക പ്രതിനിധിയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറും, നിങ്ങളുടെ കഷ്ടപ്പാടുകൾ അവസാനിക്കും. അതുപോലെ നിങ്ങളുടെ ഭക്തർക്ക് നിങ്ങളെപ്പോലെ പ്രയോജനം ലഭിക്കണമെങ്കിൽ ലിംഗത്തെ ആരാധിക്കേണ്ടതിൻ്റെ ആവശ്യകത അവരെ ബോധ്യപ്പെടുത്തുക. ബ്രഹ്മാവ് വിഷ്ണുവിനോടും ശിവനോടും നന്ദി പറഞ്ഞു. തങ്ങൾക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുമ്പോൾ രക്ഷാപ്രവർത്തനത്തിന് വരാൻ മഹാനായ ആ മഹാദേവനോട് അഭ്യർത്ഥിച്ചു. ലൗകിക പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്നതിന് ഭൗതിക രൂപത്തിൽ തന്നെ സൃഷ്ടിക്കാനും അവർ അദ്ദേഹത്തോട് അപേക്ഷിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു: തീർച്ചയായും ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും സംരക്ഷകനും സംഹാരകനും. എൻ്റെ പ്രകടനങ്ങളുടെ ബാഹുല്യത്തിലും ഞാൻ എൻ്റെ സത്തയിൽ ഒറ്റയ്ക്കാണ്. മഹാദേവൻ ബ്രഹ്മാവിനോട് പറഞ്ഞു: ബ്രഹ്മ, ദുഷ്ടന്മാരെ ശിക്ഷിക്കുന്നതിനും സദ്വൃത്തരെ സംരക്ഷിക്കുന്നതിനുമായി ഞാൻ നിന്റെ നെറ്റിയിൽ നിന്ന് രുദ്രൻ എന്ന പേരിൽ പരിണമിക്കും. എൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൻ്റെ ശുദ്ധമായ ബോധത്തിനും രുദ്രൻ്റെ വ്യക്തമായ പ്രതിച്ഛായയ്ക്കുമിടയിൽ ഒരു വ്യത്യാസവുമില്ല. പ്രകടമായ മായയുടെ എൻ്റെ സൃഷ്ടിപരമായ ശക്തിയുമായി നിങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കും. വിഷ്ണുവേ, നീയും അങ്ങനെ തന്നെ. എൻ്റെ പൂർണ്ണ അവതാരത്തെ പ്രതിഫലിപ്പിക്കുന്ന രുദ്രനെപ്പോലെ ഭൗതിക സ്വഭാവത്തിൻ്റെ അജ്ഞതകളാൽ ഞാൻ ബന്ധിതനാകില്ല. എൻ്റെ പ്രകടമായ രൂപത്തിനും എൻ്റെ അടിസ്ഥാന തത്വത്തിനും ഇടയിൽ അടിസ്ഥാനപരമായ വ്യത്യാസമില്ലാത്തതിനാൽ രുദ്രനോടോ മഹേശ്വര സത്യയുടെ എൻ്റെ അതീന്ദ്രിയ യാഥാർത്ഥ്യത്തോടോ പ്രാർത്ഥിക്കുന്നതിലൂടെ എല്ലാവർക്കും തുല്യനേട്ടം കൊയ്യാൻ സാധിക്കും. ബ്രഹ്മാവേ, നീ സൃഷ്ടാവായിരിക്കും. നീ രജസ് എന്ന ഗുണത്തെയാണ് ഉണർത്തുന്നത്. എൻ്റെ ശക്തിഭാവത്തിൻ്റെ ഒരു ഭാഗം നിൻ്റെ പത്നിയായ സരസ്വതിയായിരിക്കും. വിഷ്ണുവേ, നീ കുലീനതയുടെ സത്വഗുണത്തെയാണ് പ്രതിനിധീകരിക്കുക. എൻ്റെ ശക്തിയുടെ ഒരു ഭാഗം അങ്ങയുടെ പ്രിയപ്പെട്ട ലക്ഷ്മിയായിരിക്കും. എൻ്റെ സ്വന്തം രുദ്രരൂപത്തിൽ മന്ദതയുടെ, അതായത് തമസ് എന്ന ഗുണത്തെ പ്രതീകപ്പെടുത്തുകയാണ് ചെയ്യുക. സൃഷ്ടിയുടെ താഴ്ന്ന സ്വഭാവത്തിൽ, അതായത് സൃഷ്ടി പ്രതിഫലിക്കുന്നത് 3 ഗുണങ്ങളുടെ മിശ്രിതത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ദൈവം അതിന് നേരിട്ട് ഒരിക്കലും ഉത്തരവാദിയല്ല. അത് സ്വന്തം മാതൃകാ പ്രവർത്തനത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് സ്വയം സൃഷ്ടിക്കപ്പെടുകയാണ്. ശിവൻ്റെ വ്യാപകവും സാർവത്രികവുമായ ഊർജം സ്വീകരിക്കുകയും ചെയ്യുന്നു. എൻ്റെ ശക്തിയുടെ ഒരു ഭാഗം കാളി എന്ന പേരിൽ എന്നെ സ്നേഹപൂർവ്വം സേവിക്കും. ബ്രഹ്മാവിൻ്റെ 5-ാമത്തെ തല ഛേദിച്ച പാപത്തിന് പ്രായശ്ചിത്തമായി ശിവഭഗവാൻ സ്വീകരിക്കുന്ന ഭൈരവരൂപമാണ് ഭിക്ഷാടനം. ബ്രഹ്മാവിൻ്റെ കപാലം, അതായത് തലയോട്ടി, തൻ്റെ ഭിക്ഷാപാത്രമായി ഉപയോഗിച്ച് നഗ്നനായ കപാലി ഭിക്ഷക്കാരൻ്റെ രൂപത്തിൽ അദ്ദേഹം പ്രപഞ്ചത്തിൽ അലഞ്ഞു നടന്നു. പുണ്യനഗരമായ വാരണാസിയിലെത്തുമ്പോൾ തൻ്റെ പാപത്തിന് പ്രായശ്ചിത്തം ലഭിക്കുന്നതുവരെ. ഇതിന് വേറൊരു കഥയും കൂടിയുണ്ട്. അതായത് ഋഷിമാരുടെ അജ്ഞത ഇല്ലാതാക്കാനും അവരെ യഥാർത്ഥ അറിവിലേക്ക് നയിക്കുവാനും ഭിക്ഷാടകൻ ദേവദാരുവനം സന്ദർശിച്ചതായി വിവരിക്കുന്നു. എല്ലാ പുരാണ പതിപ്പുകളിലും ശിവഭഗവാൻ ബ്രഹ്മാവിൻ്റെ തല വെട്ടിമാറ്റുന്നുണ്ട്. എല്ലാ പുരാണങ്ങളും എന്ന് പറഞ്ഞാൽ കൂർമ്മ, വരാഹ, ശിവ, സ്കന്ദ, വാമന പുരാണങ്ങൾ. ബ്രഹ്മാവിൻ്റെ കൊന്നതിൻ്റെ പാപം കാരണം ബ്രഹ്മാവിൻ്റെ തല ഭൈരവൻ്റെ, അതായത് ശിവഭഗവാന്റെ മറ്റൊരു രൂപമാണ് ഭൈരവ, ഭൈരവൻ്റെ ഇടത് കൈപ്പത്തിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നുവെന്ന് പറയുന്നുണ്ട്. മഹാദേവൻ തനിക്കുള്ള ആഹാരം പോലും ഭിക്ഷയായി സ്വീകരിക്കുന്നതിലൂടെ ലോകത്തെ അഹങ്കാരരഹിതത്വം, വൈരാഗ്യം എന്നിവയുടെ ഉദാത്ത മാതൃകയാണ് കാട്ടിത്തന്നിരിക്കുന്നത്. തലയോട്ടി ഭിക്ഷാപാത്രമാക്കിയതിന് പിന്നിൽ 2 പ്രധാന ആശയങ്ങളുണ്ടെന്ന് പുരാണങ്ങളിൽ പറയുന്നു.
ഒന്ന് അഹങ്കാരത്തിൻ്റെ ഇല്ലായ്മയാണ്. ശിവൻ തലയോട്ടി ഭിക്ഷാപാത്രമായി സ്വീകരിച്ചതിൻ്റെ മുഖ്യ കാര്യമായി പറയുന്നത് അഹങ്കാര നശീകരണമാണ്. തല അഹങ്കാരത്തിൻ്റെ പ്രതീകമാണ്. അത് തന്നെ പാത്രമാക്കി ആഹാരം സ്വീകരിക്കുക എന്നത് അഹങ്കാരത്തെ തകർത്താണ് ആഹാരം സ്വീകരിക്കേണ്ടത് എന്ന സന്ദേശമാണ് നൽകുന്നത്. രണ്ടാമത്തേത് ബ്രഹ്മഹത്യ പാപമാണ്. കൈലാസത്തിൽ ശിവനും ബ്രഹ്മാവും തമ്മിലുണ്ടായ ആ തർക്കത്തിൽ ശിവഭഗവാൻ ബ്രഹ്മാവിൻ്റെ 5 തലകളിൽ 1 വെട്ടിയെടുത്തുവെന്നായിരുന്നല്ലോ നാം പറഞ്ഞത്. അതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് ബ്രഹ്മഹത്യ ദോഷമുണ്ടായി. ഈ പാപം ശാന്തമാക്കുന്നതിന് ശിവഭഗവാൻ കപാലം തലയോട്ടി പാത്രമായി സ്വീകരിച്ച് ഭിക്ഷ ആരംഭിച്ചു. ഇത് ശിവഭഗവാന്റെ ഭിക്ഷാടനമൂർത്തി രൂപമായി അറിയപ്പെടുന്നുണ്ട്. ബ്രഹ്മദേവൻ്റെ ശിരസ് ഛേദിച്ചത് എന്നതുകൊണ്ട് ശിവഭഗവാൻ നമുക്ക് കാട്ടിത്തരുന്ന സന്ദേശം ഇതാണ്: അഹങ്കാരത്തെ തകർത്താൽ മാത്രമാണ് ഒരു വ്യക്തി വൈരാഗ്യത്തിലേക്ക് കടക്കുവാൻ സാധിക്കുക. ശിവൻ അങ്ങനെ ചെയ്യുന്നത് വിശ്വാസത്തിനും ആത്മവിശുദ്ധിക്കും വേണ്ടിയാണ്. അഹങ്കാരം എത്ര ഉന്നതത്വം കണ്ടാലും ശിവദൃഷ്ടിയെ നമുക്ക് വഞ്ചിക്കാനാവില്ല. ബ്രഹ്മദേവൻ്റെ ശിരസ് പോലും വീണതല്ലേ അതിനുദാഹരണം. വൈരാഗ്യത്തോടുകൂടി ജീവിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളോട് ദേഷ്യത്തോടെ ജീവിക്കുക എന്നതല്ല കേട്ടോ. വൈരാഗ്യം എന്നത് ഒരു സംസ്കൃത വാക്കാണ്. അതിൻ്റെ പൂർണ്ണമായ അർത്ഥം എന്ന് പറയുന്നത് ആസക്തിയില്ലായ്മ എന്നാണ്. ആശകൾക്കും ലാഭം നഷ്ടം മുതലായ മനോഭാവങ്ങൾക്കും അപ്പുറമുള്ള ഒരു മാനസിക അവസ്ഥയാണ് ഈ വൈരാഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മാവിൻ്റെ തല വീണപ്പോൾ വിജയം ശിവഭഗവാന്റെ ധർമ്മബോധത്തിനായിരുന്നു. ഇത് അഹങ്കാരത്തെ തോൽപ്പിച്ച സത്യത്തിൻ്റെ കഥയാണ്. അഹങ്കാരത്തെ തകർത്ത ശിവഭഗവാൻ കപാലം കയ്യിലെടുത്തപ്പോൾ ആത്മപരിശുദ്ധിയിലേക്ക് ആണ് നടന്നത്. അതായത് വൈരാഗ്യത്തിൻ്റെ മഹാസന്ദേശം. മഹാദേവൻ്റെ ഈ വൈരാഗ്യ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് സത്യത്തിനും ധർമ്മത്തിനുമുള്ള സമർപ്പണമാണ്. നമുക്കും അങ്ങനെയാകാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.